വിശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2/6/2024 ആയൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരിദിനമായിരുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന കൂത്തരങ്ങ്, ആ ഒരു വിഷയം അങ്ങനെ തന്നെ പറയുന്ന, അല്ലെങ്കിൽ ഗുണ്ടാകളി, ഏതാണ്ട് ആട്ടുംതോലിട്ട് ചെന്നായ്ക്കളെ പോലെ കടിച്ച് ചീറി പാഞ്ഞെടുക്കുന്ന കവലച്ചട്ടമ്പികളുടെ ഒരു, അത് പറയാൻ പറ്റിയ വാക്കുതല്ല, അത് പറയാതിരിക്കുക, ഒരു തെമ്മാടിത്തരം അല്ലെങ്കിൽ ഒരു മാടമ്പിത്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ 12 കൊല്ലം ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ആയിരിക്കുകയും ഇന്ന് പൗരോഹിത്യം കളയാതെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഞാൻ വളരെ ദീർഘകാലം ഈ പൗരോഹിത്യത്തിൽ തുടരുമ്പോൾ എൻ്റെ പ്രസംഗ ജീവിതം തുടങ്ങിയിരിക്കുന്നത് ചെങ്കൽ ചൂളയിൽ നിന്നാണ്. അതിനുശേഷം വെട്ടുകാട് നിന്ന് നേരെ നീണ്ടകര കാക്കത്തോപ്പ്, പിന്നെ പോട്ടാശ്രമം, IMS ആലപ്പുഴ, ബത്തേരി വരെയുള്ള പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുകയും ഇതിനേക്കാൾ ആർജവത്തുള്ള മുക്കുവന്മാരുടെ ശക്തി എന്തെന്ന് തിരിച്ചറിയുകയും ചെയ്ത വ്യക്തിയാണ്. എന്നുവെച്ചാൽ അവർ കടലിനെ വിശ്വസിച്ചുകൊണ്ട്, കടൽനാഥനാകുന്ന ഈശോയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുമ്പോൾ പിന്നോട്ട് നോക്കാതെ പോകാനുള്ള ആർജവത്വമുള്ളവരുടെയൊക്കെ മുമ്പിൽ സുവിശേഷം പ്രസംഗിച്ചുള്ള ഒരു തൻ്റെ ഇടത്തോടെയാണ് ഞാനിപ്പോൾ 1-2 കാര്യം ചോദിക്കുന്നത്. ഒന്ന്, ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വികാരിച്ചു. അങ്ങ് കൊച്ചു വികാരിയൊന്നുമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അങ്ങ് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗം കൂടിയാണ്. അങ്ങയുടെ പേര് വർഗീസ് കോശി അച്ഛൻ, ഇടമൺകാരനല്ലേ? പ്രിയപ്പെട്ട അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഈ ഗുണ്ടകളെ പോലെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ ഇത്ര അഴിഞ്ഞാടുമ്പം, ഇത്ര ആഭാസകരമായിട്ട് ചെയ്യുമ്പം അച്ഛന് നാവെന്താ കുറുകിപ്പോയിരുന്നോ? അങ്ങക്ക് ഒന്ന് വിലക്കിക്കൂടായിരുന്നോ അവരെ? എൻ്റെ ഇടവകയിൽ എൻ്റെ അടുക്ക് കുമ്പസാരിക്കുന്ന, എന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, എന്നിൽ നിന്ന് കൂറാശ സ്വീകരിച്ചിട്ടുള്ള നിങ്ങളാണെങ്കിൽ പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ അങ്ങക്ക് സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ അങ്ങക്ക് ഈ ഇടവക കട്ടുമുടിച്ച് നാമാവിശേഷമാക്കി നാഗണ്ട കന്യാക്കി പോലെ കളയണമെന്നല്ലേ ചിന്ത? അല്ലേ അച്ചു? അച്ഛന് വിഷമമുണ്ടോ? വിഷമിച്ചോ? പക്ഷേ ഇത് അങ്ങനെയല്ല. അങ്ങ് അവിടെ നിൽക്കുന്ന ആ സാന്നിധ്യത്തിൽ ഇടവക ദിനത്തിൽ വിശുദ്ധ കുർബാന ചെല്ലാമെന്ന ഒരു നന്നായി പ്രാർത്ഥിക്കുന്ന, ഇടവക ജനങ്ങളെയും സമൂഹത്തെയും നന്നായി സ്നേഹിക്കുന്ന ഒരു മെത്രാച്ചൻ്റെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു അങ്ങ് ഈ നിശബ്ദത പാലിച്ചത് എന്ന് ഓർക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ആ മെത്രാച്ചൻ്റെ പേര് എനിക്കൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അഭിമന്യ ഇടവക മെത്രാപ്പോലിത്ത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെങ്കിലും ഇടവക വികാരിക്കും ഈ ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും ഒന്ന് തിരിച്ചറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി പാഞ്ഞു പോകാൻ ഇതെന്തോന്ന് 400 മീറ്റർ ഓട്ടോ, അവിടെ പോലും ഒരു മാന്യതയുണ്ട്. അവിടെ ഒരു റഫറി, വിസിൽ വിളിക്കുന്ന റഫറി പറയുന്നതിനപ്പുറവും ചെയ്യത്തില്ല. ഇനി ഞാൻ പഴയ നിയമത്തിലൊന്ന് പോകാം. പ്രിയപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, ഇടവക വികാരി, പഴയ നിയമത്തിലൊരു കാര്യമുണ്ട്. ശത്രു കൊല്ലാൻ ഓടിച്ചു വരുമ്പം ദേവാലയത്തിൽ കയറി ദേവാലയത്തിൻ്റെ കൊമ്പ്, അതായത് അൾത്താരയുടെ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ അഭയം പ്രാപിക്കുന്നവനെ തൊടാൻ പാടില്ല എന്ന് പഴയ നിയമത്തിൽ നിയമമുണ്ട്. നിങ്ങൾ പഴയ നിയമം വായിച്ച് മനസ്സിലാക്കുകയും പുതിയ നിയമം മനസ്സിലാക്കുകയും ചെയ്യണം. തനിക്കെതിരല്ലാത്തവൻ തന്നോടൊപ്പമാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവോടെ പോയി നിങ്ങളുടെ മനസ്സിൽ നിന്ന്. എന്നിട്ട് ആ തോമസ് എന്ന് പറയപ്പെടുന്ന ആ ശുശ്രൂഷകനെ ദേവാലയത്തിനകത്ത് കയറുന്നത് പോയിട്ട് മദ്ബഹായ്ക്കകത്ത് കയറാൻ സമ്മതിക്കാതെ ആ ത്രോണോസിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, പരസ്പരം കരുതുന്ന ആ വിശുദ്ധ കുർബാന ചൊല്ലുന്ന ആ സാന്നിധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിലും കഴുത്തിലും പിടിച്ച് തള്ളിക്കളയാൻ നിങ്ങളതാ ബറാബാസിൻ്റെ സന്താനങ്ങളോ പീലാത്തോസിൻ്റെ കൊച്ചുമക്കളോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? യേശുക്രിസ്തു കരട് പ്രസംഗിച്ച് യേശുക്രിസ്തുവിൻ്റെ ആലയമാണിതെങ്കിൽ നിൻ്റെ ഒന്നും കുടുംബത്തിൻ്റെ മഹിമ കാണിക്കേണ്ട ഇടമല്ല ഇത് എന്നത് അടിവരയിട്ട് പറയാൻ, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ അടിവരയിട്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ മഹിമയാണ് കാണുന്നതെങ്കിൽ ദേവാലയത്തിൻ്റെ തെക്കോ വടക്കോ പടിഞ്ഞാറോ കിഴക്കോ ഒക്കെ കാണും. ഇതിനൊക്കെ വലിയ മഹിമ പറഞ്ഞവർ ഇപ്പം ചത്ത് വിറങ്ങലിച്ച് മരവിച്ച് പുഴുവിന് പോലും വേണ്ടാതെ കിടപ്പുണ്ടായിരിക്കും. അതൊന്ന് പോയി കാണുന്നത് നമ്മുടെ അഹങ്കാരം കുറയ്ക്കാൻ അല്പമൊക്കെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. ഞാനവിടെ ഒരു താടിക്കാരനെ, നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെയൊക്കെ ആരും പറഞ്ഞു ചെയ്യുന്നത് അല്ല,
കത്തോലിക്ക സഭയ്ക്കകത്തതിലും അല്ലെങ്കിൽ ഇതര സഭകൾക്കകത്തിലും ക്രൈസ്തവൻ്റെ പേര് ചൊല്ലി ഇമ്മാതിരി വൃത്തികേട് കാണിക്കും. വേറൊരു വാക്ക് എൻ്റെ വായി വന്നത്, വൃത്തികേട് കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ഒരു ക്രൈസ്തവന് ഉചിതമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അവിടെ അല്പം പ്രതികരിക്കാൻ മനസ്സ് കാണിച്ചിരിക്കുന്നു. വാറൂർ പുര, എനിക്ക് അദ്ദേഹത്തെ അറിയാം, ജിജോയ്ക്ക് ഒരു പക്ഷേ എന്നെ അറിയാമെങ്കിലും ഞാൻ വാളകത്തേക്ക് ഉണ്ടായിരുന്നുണ്ട്, എന്നെ നന്നായിട്ട് അറിയാമായിരിക്കും, അല്ലെങ്കിൽ താങ്കളെനിക്ക് അങ്ങൊരു വ്യതിരക്തമായ സ്വരമായിരുന്നു. ആ സ്വരം എന്നും കീപ്പ് ചെയ്യുക. ഒരാടെയും അപ്പൻ്റെ വകയല്ല ദേവാലയം, അത് ദൈവത്തിൻ്റെയാണ്. 2, ഇനിയും നിങ്ങൾക്കൊരു വാണിംഗ് തന്നൊരു പെങ്കൊച്ചുണ്ടോടെ, മറക്കാതിരിക്കുക. അത് ഈ തലമുറയുടെ സ്വരമാണ്. ആ പെൺകുട്ടി പറഞ്ഞു എന്താണ് അദ്ദേഹം ചെയ്തേക്കുന്ന തെറ്റ്, എന്തു പൊതുയോഗം, എന്ത് നിയമം എന്ന് ആ പെങ്കൊച്ചു ചോദിക്കുന്നുണ്ട്. നാളെ അവിടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ തഴമ്പ് നിങ്ങളെയൊക്കെ കർണക്കുറ്റിക്ക് വീണില്ല എങ്കിൽ ഇനിയും വരുന്ന തലമുറയെ നിങ്ങൾ പുച്ഛിച്ച് തള്ളരുത്, അത് വീണിരിക്കും. ആ കൊച്ചുങ്ങളുടെ മനസ്സിൽ നിന്ന് വീണ വാക്ക് നിങ്ങളുടെ ദേഹത്ത് പതിക്കുന്ന 1000 കൂരമ്പിനേക്കാൾ ശക്തിയുള്ള വാക്കാണ് എന്നത് മറക്കാതിരിക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾ എങ്ങനെ ഇത് പരിഹരിച്ചേ? പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നു അല്ലേ? പോലീസിനെ വിളിക്കാതെ പരിഹരിക്കാൻ വികാരിക്ക് സാധിക്കില്ലെങ്കിൽ അച്ചോ പോലീസിൻ്റെ കുപ്പായ നമുക്ക് നല്ലത്. പോലീസുകാരെ വിളിച്ച് ഇടവക വികാരിയാക്കുക, ഇടവകയിലെ ശുശ്രൂഷകരാക്കുക, അതാണ് നല്ലത്. നല്ല പോലീസുകാരില്ലെന്നല്ല, പോലീസുകാർ ഇടപെടേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ സമാധാനത്തിന് കോട്ടം വരുന്നെങ്കിൽ ആ കോട്ടത്തെ ദൈവികമായ നീതി കൊണ്ട് പരിഹരിക്കേണ്ടത് ഒരു പുരോഹിതൻ്റെ കടമയാണ് എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എന്നോട് ദേഷ്യമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇമ്മാതിരി വൃത്തികേട് ഇടവക ദിനത്തിൻ്റെ മുമ്പിൽ വെച്ച്, അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് കാണിച്ചെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, നീ മറ്റൊരാൾക്ക് ഉറപ്പാകുന്നുവെങ്കിൽ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ പോയി ചാടാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കാരണം നിൻ്റെ ശവം പോലും പുറത്തു വരാൻ പാടില്ല. ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും പറ്റിയ പണി അതായിരിക്കും. കൂട്ടത്തിൽ ഒരു വാക്കൂടെ യേശുക്രിസ്തു ചേർത്തിട്ടുണ്ട്, നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ചുഴന്നെടുത്ത് കളയുക, മുണ്ടുമടക്കി കുത്തി കൈവെട്ടിക്കള, മദ്ബഹായ്ക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതിൻ്റെ കാല് വെട്ടിക്കള. ഇനിയും യേശുക്രിസ്തു ക്ഷമിക്കുന്ന ദൈവമായോണ്ടേ ആ മദ്ബഹായുടെ മുമ്പാകെ ചെന്ന് മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ക്ഷമിക്കണമെന്ന് പറ. അതുകൊണ്ടൊരു ഗുണമുണ്ട്. അപ്പൻ പച്ച മുന്തിരിങ്ങാൻ നിന്ന് മക്കളുടെ നാവ് പൊളിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വാക്ക് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ക്ഷമ ചോദിച്ചാൽ നിൻ്റെ വരുന്ന തലമുറയ്ക്ക് ശിക്ഷയില്ലാതെ രക്ഷപ്പെടും. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ പോയി ക്ഷമ ചോദിക്കുക. ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവ്. ചെല്ലുക. പേര് ജോൺസൺ കരൂരെന്ന നിർത്തുന്നു.